നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് വാട്സപ്പിനകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ എത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ചോദിച്ച് നടന്നൊരു ഫീച്ചറാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറാണ്. നേരത്തെ നമ്മൾ തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ച് ചെയ്തിരുന്ന സൗകര്യം നമുക്കിനി വാട്സപ്പ് തന്നെ തരുന്നുണ്ട്. അപ്പോൾ ആ ഫീച്ചർ ഏതാണെന്നാണ് നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏതാണ് വാട്സപ്പിനകത്ത് വന്നിരിക്കുന്ന സെറ്റിങ്സ് പുതിയ ഫീച്ചർ എന്ന് നോക്കാം. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. വാട്സപ്പിൻ്റെ ഏറ്റവും മുകളിലുള്ള ഈ 3 ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും. ഈ സെറ്റിങ്സ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് വാട്സപ്പ് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ താഴെ കാണുന്ന ഭാഗത്ത് ചാറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ചാറ്റ്സ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ കാണാൻ പുതിയൊരു സെറ്റിങ്സ് ഇവിടെ വന്നത് വോയിസ് മെസ്സേജ് ട്രാൻസ്ക്രിപ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ സെറ്റിങ്സ് ആണ് പുതിയ സെറ്റിങ്സ്. ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും ചൂസ് ലാംഗ്വേജ് എന്നുള്ള ഓപ്ഷൻ. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് മലയാളം എത്തിയിട്ടില്ല, ഇംഗ്ലീഷ് മാത്രമാണ് എത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെറ്റപ്പ് നൗ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ 136 MB ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഡൗൺലോഡ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 102 MB ഇങ്ങനെ കുറഞ്ഞ് വരുന്നത് കാണാൻ സാധിക്കും. ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ഈ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വാട്സപ്പിനകത്ത് ആരെങ്കിലും നമുക്കൊരു വോയിസ് അയച്ചാൽ, നിങ്ങളൊരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ യോഗത്തിലോ ഒക്കെ ആണെങ്കിൽ ആ വോയിസ് മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വോയിസ് മെസ്സേജ് നമുക്ക് വാട്സപ്പ് ടെക്സ്റ്റ് മെസ്സേജ് ആക്കി തരും. അപ്പോൾ ഞാനിവിടെ കാണിച്ചുതരാം. ഞാനിവിടെ ഒരു വാട്സപ്പിലൊരു വോയിസ് എടുത്തിരിക്കുകയാണ്. ഈ വാട്സപ്പ് വോയിസ് ഞാൻ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു വാട്സപ്പ് വോയിസ് കാണും. ഞാനത് ലോങ് പ്രസ് പിടിക്കുക. അതിനുശേഷം ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട് കാണും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ട്രാൻസ്ക്രൈബ് എന്നുള്ളൊരു ഓപ്ഷൻ. അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക. ആ വോയിസ് മെസ്സേജ് ഇതാ ഇവിടെ ട്രാൻസ്ലേറ്റ് തന്നിട്ടുണ്ട്. എന്താണോ ആ വോയിസിനകത്തുള്ള കണ്ടൻറ്റ് അത് നമുക്ക് ഇവിടെ ടെക്സ്റ്റ് രൂപത്തിൽ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഓഫീസിലോ മറ്റോ ആണെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾക്ക് ആ വോയിസ് കേൾക്കാതെ വോയിസിനകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റ് മെസ്സേജ് കാണാൻ സാധിക്കും. ഓർക്കുക, ഇപ്പോൾ ഇംഗ്ലീഷ് മാത്രമേ എത്തിയിട്ടുള്ളൂ, മലയാളം എത്തിയിട്ടില്ല. മലയാളം എപ്പോഴാണോ വരുന്നത് കൃത്യസമയത്ത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചറാണ്. നേരത്തെ നമ്മൾ തേർഡ് പാർട്ടി ആപ്പുകളൊക്കെ ഉപയോഗിച്ച് ചെയ്ത ഒരു ഫീച്ചറാണ്. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.